വയനാട് ജില്ലയിൽ HIV ദുരിതബാധിതരുടെ പോഷകാഹാര കിറ്റുകളുടെ വിതരണം നിലച്ചു. ഭക്ഷ്യയോഗ്യമല്ലാത്ത കിറ്റുകൾ ഓഫീസിൽ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. 40 ദിവസമായി കിറ്റ് വിതരണം നടക്കുന്നില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകിയിട്ടും നടപടിയില്ല. രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്ന്. രതീഷ്, കണക്കുകൾ അനുസരിച്ച് 267 HIV പോസിറ്റീവ് കേസുകളാണ് നിലവിൽ വയനാട്ടിലുള്ളത്. കിറ്റ് വിതരണം നിലയ്ക്കാനുള്ള കാരണമായി അധികൃതർ പറയുന്നത് എന്താണ്? തീർച്ചയായും ഇത് വളരെ ആവശ്യമായ ഒരു വിഭാഗമാണ്. ഇത്തരത്തിൽ അതായത് പോഷകാഹാരങ്ങൾ ഉൾപ്പെടെ ലഭിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ രോഗ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് 28 ലക്ഷം രൂപ അനുവദിച്ച് ഇത്തരം ഈ ദുരിതബാധിതരായ ആളുകൾ, HIV രോഗബാധിതരായ ആളുകൾക്ക് ഇത്തരം ഭക്ഷ്യ കിറ്റുകൾ എത്തിക്കാൻ. അത് സാധാരണ ഭക്ഷ്യ കിറ്റുകളല്ല, പോഷകാഹാരങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക 13 ഇനങ്ങളുള്ള പ്രത്യേക ഭക്ഷ്യ കിറ്റാണ്. ഈ കിറ്റിന് ാണ് ഇപ്പോൾ നിലച്ചിട്ടുള്ളത്. ഈ വിതരണം നിൽക്കാനുണ്ടായ സാഹചര്യം, ഈ വിതരണത്തിന് തയ്യാറായ സമയത്ത് ചില ആളുകൾ ഇതിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നു. ഇതിലെ അരി ഒഴികെ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ചില പോരായ്മയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചതോടെയാണ് ഇത് സാങ്കേതികമായി മുടങ്ങുന്നത്. തുടർന്ന് ജില്ലാ TB ഓഫീസർക്ക് അതേപോലെ തന്നെ DMOക്ക് ഉൾപ്പെടെയുള്ള പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ ലാബിലേക്ക് ഈ ഭക്ഷ്യസാധനങ്ങളുടെ സാമ്പിൾ അയക്കുന്നതോടു കൂടിയാണ് ഈ വിതരണം നിലയ്ക്കുന്നത്. സാങ്കേതികമായി ഇനി ആർക്കും ഈ ഭക്ഷ്യസുരക്ഷാ ഏജൻസിയുടെ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഈ ഭക്ഷ്യയോഗ്യമാണോ ഈ കിറ്റുകളിലെ ഭക്ഷണ സാധനങ്ങളെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഇത് വിതരണം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പല ആളുകൾ അതിൽ ഏത് തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ, അരി ഉൾപ്പെടെ കേടില്ല, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സാങ്കേതികമായി ഇപ്പോൾ വിതരണം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്ന സ്ഥിതിക്ക് അത് പരിശോധിച്ച ശേഷമേ ഇപ്പോൾ നൽകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരിശോധന വൈകുന്നതാണ് ഈ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാൻ പ്രധാന തടസ്സമാവുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഏകദേശം 40 ദിവസത്തോളമായി ഈ കിറ്റ് ഇതേ രീതിയിൽ വിതരണത്തിന് തയ്യാറായി അവിടെ എത്തിച്ചിട്ട് സ്വാഭാവികമായിട്ടും അതും അവിടെ ഇരുന്ന് തന്നെ ഒരുപക്ഷെ കേടാവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ സാങ്കേതിക തടസ്സം, ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള തടസ്സം സ്വാഭാവികമായിട്ടും തടസ്സം നേരിടും. വയനാട് ജില്ലയിലല്ല ഇതിൻ്റെ ലാബുള്ളത്, കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടാണെങ്കിൽ തന്നെ മലപ്പുറവും കോഴിക്കോട് ജില്ലയും ഒക്കെ അതിന് ഈ പരിശോധനകൾക്ക് സമീപിക്കുന്ന ലാബാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഈ ഫലം വൈകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യ കിറ്റുകൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും സാങ്കേതികമായിട്ട് ഉള്ള തടസ്സം കൊണ്ടാണ് ഇപ്പോൾ ഇത് വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതെന്നാണ് DMO ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ സാധനങ്ങൾ കേടായിട്ടുണ്ടെങ്കിൽ കേടായ സാധനം മാറ്റിക്കൊടുത്തുകൊണ്ട്, ഏജൻസിക്ക് മാറ്റിക്കൊടുത്തുകൊണ്ട് നല്ല സാധനങ്ങൾ നൽകാൻ തയ്യാറാണ്. പക്ഷേ ഈ സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് നിലവിൽ ഇത് വിതരണത്തിന് കൊടുക്കാൻ ഈ രോഗബാധിതർക്ക് വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നിലവിൽ 180 ആളുകളാണ്, ഈ രോഗബാധിതരായ ആളുകളാണ് ഇത്തരം ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങാൻ എത്താറുള്ളത്. അവർക്കാണ് ഇത് തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിച്ചത്. വയനാട് ജില്ലയിലെ HIV ദുരിതബാധിതരുടെ പോഷകാഹാര കിറ്റുകളുടെ വിതരണം നിലച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട് നിന്ന്.